ക്രിക്കറ്റിൽ ഒരു ബാറ്ററുടെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റാണ് സിക്സർ അടിക്കുക എന്നത്. പവർ ഹിറ്റിങ്ങിനൊപ്പം ടൈമിങ്ങും ഫിയർലെസ് ആറ്റിറ്റ്യൂഡുമാണ് സിക്സർ അടിക്കുന്നതിൽ ഏറ്റവും പ്രധാനം. മുമ്പ് നമുക്കറിയാം, ഒരു സിക്സർ നേടുക എന്നത് അപൂർവമായിരുന്നു ക്രിക്കറ്റിൽ. ഇക്കാലത്ത് T20 മത്സരങ്ങൾ വർദ്ധിച്ചതോടെ സിക്സറുകൾക്ക് പഞ്ഞമില്ലാത്ത ഒരു കാലമായി മാറിയത്. ഇനി ഈ സിക്സറുകളുടെ കാര്യത്തിൽ ഇന്ത്യൻ ടീമിൽ ഒരു രാജാവുണ്ടെങ്കിൽ അത് ഈ കാലത്ത് ഇന്ത്യയുടെ T20 ഓപ്പണർ അഭിഷേക് ശർമ്മയാണ്. ദി വൺ ആൻഡ് ഓൺലി അഭിഷേക് ശർമ്മ. സയ്യിദ് മുഷ്താഖ് അലി T20 ടൂർണമെന്റിൽ ഫോമിലേക്ക് തിരിച്ചെത്തിയ അഭിഷേക് ശർമ്മയാണ് സിക്സറുകളുടെ പൂരവുമായി ഇന്ത്യൻ ആഭ്യന്തര ക്രിക്കറ്റിൽ തന്റേതായ ഇടം ഇന്ന് കുറിച്ചത്. പഞ്ചാബിന്റെ ക്യാപ്റ്റനായ അഭിഷേക് ബംഗാളിനെതിരെ 52 പന്തുകളിൽ മാത്രമായി നേടിയത് 148 റൺസാണ്. 16 സിക്സറുകൾ 8 ഫോറും ഉൾപ്പെടുന്നതായിരുന്നു അഭിഷേകിന്റെ ഈ ഒരു ഇന്നിംഗ്സ്. ഇതോടെ ഈ കലണ്ടർ വർഷം മാത്രം അഭിഷേകിന്റെ സിക്സർ നേട്ടം 91 ആയി മാറി. അതും 33 ഇന്നിംഗ്സുകളിലാണ് അദ്ദേഹം ഈ ഒരു നേട്ടം കൊയ്തത് എന്നോർക്കണം. കഴിഞ്ഞ വർഷം എല്ലാ T20 മത്സരങ്ങളിൽ നിന്നുമായി അഭിഷേക് 87 സിക്സറുകൾ നേടിയിരുന്നു. അതാണ് ഇപ്പോൾ തിരുത്തി കുറിച്ചിരിക്കുന്നത്. ഒരു കലണ്ടർ വർഷത്തിൽ ഏറ്റവും കൂടുതൽ T20 സിക്സറുകൾ നേടിയ ഇന്ത്യൻ താരങ്ങളുടെ ലിസ്റ്റ് എടുക്കുമ്പോൾ 33 ഇന്നിംഗ്സുകളിൽ 91 സിക്സറുകൾ അഭിഷേക് ശർമ്മ നേടിയപ്പോൾ 38 ഇന്നിംഗ്സുകളിൽ നിന്നും 87 സിക്സറുകൾ, അതും 2024 സീസണിൽ അഭിഷേക് ശർമ്മ തന്നെയാണ് രണ്ടാം സ്ഥാനത്തുമുള്ളത്. പിന്നെയുള്ളത് 41 ഇന്നിംഗ്സുകളിൽ നിന്നും 85 സിക്സറുകളുമായി സൂര്യകുമാർ യാദവാണ്. അദ്ദേഹം 2022 ഈ നേട്ടം നേടിയത്. അതുപോലെ തന്നെ സൂര്യകുമാർ 2023 33 ഇന്നിംഗ്സുകളിൽ നിന്നും 71 സിക്സറുകൾ നേടിയിട്ടുണ്ട്. അതിന് താഴെ 2018 ഋഷഭ് പന്ത് 31 ഇന്നിംഗ്സുകളിൽ നിന്നും 66 സിക്സറുകൾ നേടിയിട്ടുണ്ട്. അതിനു മുമ്പ് 2019 42 ഇന്നിംഗ്സുകളിൽ നിന്നും 63 സിക്സറുകൾ ശ്രേയസ് അയ്യർ നേടിയിട്ടുണ്ട്. നമ്മുടെ സഞ്ജു സാംസൺ 2024 32 ഇന്നിംഗ്സുകളിൽ നിന്നും 60 സിക്സറുകൾ നേടിയിട്ടുണ്ട്. അഭിഷേകിന്റെ ബാറ്റിംഗ് കരുത്തിൽ പഞ്ചാബ് നിശ്ചിത ഓവറിൽ 5 വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ 310 റൺസാണ് ബംഗാളിനെതിരെ നേടിയത്. പ്രഭ് സിമ്രാൻ സിംഗിനൊപ്പം ചേർന്നുകൊണ്ട് അദ്ദേഹം ഓപ്പണിംഗ് വിക്കറ്റിൽ 205 റൺസാണ് കൂട്ടിച്ചേർത്തത്. ഇരുവരും നിറഞ്ഞാടിയപ്പോൾ ബോളർമാരുടെ ശനിദശയായിരുന്നു ഈ മത്സരത്തിൽ. വെറ്ററൻ പേസ് ബോളറായ മുഹമ്മദ് ഷമിയുടെ 4 ഓവറിൽ 61 റൺസാണ് ഈ സഖ്യം അടിച്ചെടുത്തത്. തുടക്കത്തിൽ വെറും 12 പന്തിലാണ് അദ്ദേഹം അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കിയത്. ആ സമയത്ത് തന്നെ മുഹമ്മദ് ഷമിയുടെ ഒരു ഓവറിൽ അദ്ദേഹം അടിച്ചെടുത്തത് 23 റൺസാണ്. ഇങ്ങനെ 12 പന്തിൽ അർദ്ധശതകം തികച്ച മറ്റൊരാളെ കൂടി നമുക്കറിയാം. ഇംഗ്ലണ്ടിനെതിരെ 2007 ലോകകപ്പിൽ 12 പന്തിൽ അർദ്ധശതകം തികച്ചത് മറ്റാരുമില്ല, അഭിഷേകിന്റെ ഗുരുവും മെൻഡറുമായ സാക്ഷാൽ യുവരാജ് സിംഗ് ആണ്. ഗുരുവിന്റെ റെക്കോർഡ് നേട്ടം ബംഗാളിനെതിരെ ആവർത്തിക്കുകയായിരുന്നു ശിഷ്യനും. നത്തിങ് ക്രേസി, ജസ്റ്റ് എ മെൻഡർ ആൻഡ് ഹിസ് സ്റ്റുഡന്റ്, ബോത്ത് സ്കോറിംഗ് 50 in 12 balls. അഭിഷേകിന്റെ ആദ്യ 51 റൺസിൽ 50 ബൗണ്ടറികളായിരുന്നു. 5 വീതം സിക്സറുകളും 4ഉം അപ്പോൾ തന്നെ അഭിഷേക് നേടിയിരുന്നു. പിന്നീട് 32 പന്തിൽ നിന്നും 11 സിക്സറുകളും 7 ഫോറുകളും ഉൾപ്പെടെയാണ് അദ്ദേഹം സെഞ്ചുറി പൂർത്തിയാക്കിയത്. ഈ സെഞ്ചുറിയുടെ മറ്റൊരു നാഴികക്കല്ല് താണ്ടാനും അഭിഷേകിന് സാധിച്ചു. വെറും 157 ഇന്നിംഗ്സുകളിൽ നിന്നാണ് അദ്ദേഹം തന്റെ 8ാമത്തെ T20 സെഞ്ചുറി നേടിയത്. ഇതോടെ ഹിറ്റ്മാൻ രോഹിത് ശർമ്മയ്ക്ക് ഒപ്പം എത്താനും അഭിഷേകിന് സാധിച്ചിരിക്കുകയാണ്. T20 ഫോർമാറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ നേടിയ താരം ആര് എന്ന് നോക്കുമ്പോൾ ഇന്ത്യൻ ബാറ്റ്സ്മാൻമാരിൽ വിരാട് കോഹ്ലി 9, അദ്ദേഹം മാത്രമാണ് അഭിഷേകിന് മുൻപിൽ ഇനിയുള്ളത്. പക്ഷേ ഐറണി എന്തെന്നാൽ വിരാട് കോഹ്ലി 9 സെഞ്ചുറികൾ നേടാൻ 397 ഇന്നിംഗ്സുകളാണ് കളിച്ചത്. പക്ഷേ അഭിഷേക് ആവട്ടെ 157 ഇന്നിംഗ്സുകളിൽ നിന്നാണ് ഇതിനകം തന്നെ 8 സെഞ്ചുറികൾ T20 സെഞ്ചുറികൾ നേടിയത്. കഴിഞ്ഞ വർഷം മേഘാലയക്കെതിരെയും വെറും 28 പന്തിൽ നിന്നും അഭിഷേക് സെഞ്ചുറി നേടിയിരുന്നു. അഭിഷേകിനെ കുറിച്ച് പറയുമ്പോൾ അന്താരാഷ്ട്ര അരങ്ങേറ്റത്തിൽ ഡെക്കായി മടങ്ങിയതിന് പിന്നാലെ രണ്ടാം T20യിൽ താൻ കളിച്ച രണ്ടാം T20യിൽ സെഞ്ചുറി തികച്ചാണ് അയാൾ നമ്മളെ ആ സമയത്ത് ഞെട്ടിച്ചത്. ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നതിൽ യുവരാജ് സിംഗ് ഒരിക്കലും മോശക്കാരനല്ലെന്ന് അപ്പോഴേക്കും തെളിയുകയായിരുന്നു. അന്ന് IPLൽ കാട്ടിയ മായാജാലങ്ങൾ അങ്ങ് സിംബാബ്വേയിലും ആവർത്തിക്കുകയായിരുന്നു അഭിഷേക്. നമുക്കറിയാം, ഏഷ്യ കപ്പിലും ഈ അടുത്ത് നടന്ന T20 പരമ്പരകളിലെല്ലാം നമ്മൾ കണ്ടതാണ് ആദ്യ പന്ത് മുതൽ തന്നെ ആഞ്ഞടിക്കാൻ ശേഷിയുള്ള അഭിഷേകിന്റെ ആ ഒരു എബിലിറ്റി. വ്യക്തിഗത നേട്ടങ്ങൾക്കായി കളിക്കാതെ ഇത്തരം നിർഭയരായ താരങ്ങളെയാണ് T20യിൽ നമുക്ക് വേണ്ടത് എന്ന് നമുക്കറിയാം. മികച്ച ബാറ്റിംഗ് ടെക്നിക്കിനൊപ്പം സിക്സറുകൾ അടിക്കാനുള്ള ശേഷിയും അദ്ദേഹത്തെ ഒരു സ്പെഷ്യലാക്കി മാറ്റുന്നുണ്ട്. T20യിൽ നിന്നും വിരമിച്ച രോഹിത് ശർമ്മയ്ക്ക് പകരം ആര് എന്നതിനുള്ള കൃത്യമായ ഉത്തരമാണ് നമുക്ക് അഭിഷേകിലൂടെ ലഭിച്ചിരിക്കുന്നത്. അഭിഷേകിന്റെ കരിയർ മാറ്റിമറിച്ചതിന് പിന്നിൽ നേരത്തെ പറഞ്ഞതുപോലെ ഇതിഹാസ ഓൾറൗണ്ടറും അദ്ദേഹത്തിന്റെ തന്നെ നാട്ടുകാരനുമായ യുവരാജ് സിംഗിനും നിർണായകമായ പങ്കുണ്ട്. വളരെ സാധാരണ രീതിയിൽ പോയിക്കൊണ്ടിരുന്ന അദ്ദേഹത്തിന്റെ കരിയറിലെ മറ്റൊരു തരത്തിലേക്ക് ഉയർത്തിയത് യുവിയാണ്. കോവിഡ് മഹാമാരിയുടെ സമയത്ത് രാജ്യം മുഴുവൻ ലോക്ക്ഡൌണിലായിരുന്ന സമയത്തായിരുന്നു യുവരാജ് സിംഗിന് കീഴിൽ അഭിഷേക് പരിശീലനം നടത്തിയത്. യുവിക്കൊപ്പമുള്ള പരിശീലനവും അദ്ദേഹം നൽകിയ ചില ഉപദേശങ്ങളും തന്റെ ബാറ്റിംഗ് മെച്ചപ്പെടുത്താൻ ഏറെ സഹായിച്ചതായി അഭിഷേക് തന്നെ പലതവണ മുമ്പ് തുറന്നു പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ബാറ്റിംഗ് ശൈലിയും ഞാൻ എന്നെക്കുറിച്ച് സ്വയം ചിന്തിച്ചിരുന്ന രീതിയുമെല്ലാം മാറ്റിമറിച്ചത് യുവിയാണ്.
3-4 മാസത്തോളം അദ്ദേഹത്തിനൊപ്പം നടത്തിയ പരിശീലന സെഷനുകളാണ് കരിയറിലെ ടേണിംഗ് പോയിന്റ്. ക്രിക്കറ്റർ എന്ന നിലയിൽ എൻ്റെ ഇതുവരെയുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല ഓർമ്മകളും ആ സമയത്തേതാണ്. എന്നെ അടിമുടി മാറ്റിയത് യുവയ്ക്ക് കീഴിലുള്ള ഈ ഒരു പരിശീലനം തന്നെയാണ്. അതിനുശേഷം എൻ്റെ ആത്മവിശ്വാസം വളരെയധികം വർദ്ധിക്കുകയും ചെയ്തു. കാരണം അന്ന് എൻ്റെ പ്രതിഭയെ കൂടുതൽ മിനുക്കിയെടുക്കാനുള്ള പരിശീലനമാണ് നടത്തിയത്. എനിക്കില്ലാതെ പോയിരുന്ന പലതും മെച്ചപ്പെടുത്താൻ അത് സഹായിക്കുകയും ചെയ്തു. യുവി ക്രിക്കറ്റിലെ ഇതിഹാസവും കുട്ടിക്കാലം മുതലുള്ള എൻ്റെ ആരാധനാ പാത്രവുമാണെന്നാണ് അഭിഷേക് മുമ്പൊരിക്കൽ പറഞ്ഞത്. അപ്പോൾ ആ ഒരു ആത്മവിശ്വാസത്തിൽ അഭിഷേക് തകർത്തടിക്കുമ്പോൾ തീർച്ചയായും അഭിഷേകിൻ്റെ ഈ ഇന്നിങ്സും സിക്സർ വാരിക്കൂട്ടാനുള്ള ഈ അബിലിറ്റിയും വരാനിരിക്കുന്ന T20 ലോകകപ്പിൽ ഇന്ത്യക്ക് ശുഭ സൂചനയാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം ഇത് അയാളുടെ കാലമാണ്. അഭിഷേക് ശർമ്മ അൺഡൗട്ടഡ്ലി ദ ഫ്യൂച്ചർ ഓഫ് ഇന്ത്യൻ ക്രിക്കറ്റ്.